ഇനി അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ പോയി അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, ഇല്ലറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഏകദേശം 150-200 പോയിൻ്റ് അടിച്ച് കുറയ്ക്കാൻ. താഴെയുള്ള അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ റെഡിയാക്കി. ഇനി കഴിക്കട്ടെ, ഇതും കൂടി ഒന്ന് കഴിച്ചിട്ട് വേണം പോയി എല്ലാം കൂടി ഒന്ന് കമ്പ്യൂട്ടർ ബേസ് ഒന്ന് റീചെക്ക് ചെയ്യാൻ. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കറക്റ്റല്ല, ഇനി ശലം കൂടി ഒന്ന് ചെയ്യണം, ജസ്റ്റ് ഒന്ന് വീണ്ടും ഒന്ന് ലെവൽ ചെയ്യണം, കാരണം ഫുൾ ലെവൽ വാട്ടർ ലെവൽ ഹൈ ആണ്. അപ്പോൾ കുറച്ച് കഴിച്ചിട്ട് ഒന്ന് പോയി ഫുള്ളൊന്ന് ചെക്ക് ചെയ്യണം. നമ്മളെ കൺട്രോളിൽ പറഞ്ഞൊരു 4-5 സൈറ്റ് ഉണ്ട്, അത് ഫുള്ളൊന്ന് ഫുഡ് റെഡിയാക്കി. ഇനി കുറച്ച് ദിവസം കൂടി കഴിക്കാൻ പറ്റുമോ, കാരണം തീർന്നു. ഇനി എനിക്ക് തോന്നുന്നു ഒരു 4-5 ദിവസം കൂടി കഴിക്കാൻ തോന്നുന്നു. ഇതിരിക്കുന്നുണ്ട് കൊതിയാണ്, അതാണ് സത്യം. കൺട്രോൾ ഫുള്ള് ഇവിടെ കിടക്കുകയാണ്, അവിടെ നിന്ന് ഫുള്ള് പോയി, ഇവിടെയാണ് ഫുള്ള് കിടക്കണം. അപ്പോൾ ഇനി ഇവിടെ ഒന്ന് നോക്കട്ടെ, എല്ലാം ഒന്ന് നോക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. ഓക്കെ, ഏകദേശം എല്ലാ സൈഡ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 5-6 സ്ഥലത്ത് ട്രേഡ് എടുക്കുകയായിരുന്നു ഇവിടെ, പക്ഷെ ഞാൻ ഇല്ലാതെ പോയി. ഞാൻ അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി ട്രേഡ് നോക്കണില്ല, നടക്കുമെന്ന് തോന്നുന്നില്ല, അത് ഫുൾ എന്തെങ്കിലും നോക്കണം. കുഴപ്പമില്ല, എല്ലാവരും ഗ്യാപ്പ് വിട്ടുമെങ്കിൽ ഈ ശ്രദ്ധ കാണൂല, അതാണ് വിഷയം. ട്രേഡും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എടുത്ത എൻട്രി എന്ന് പറഞ്ഞാൽ ലേറ്റായിപ്പോയി ഞാൻ, പക്ഷെ കുഴപ്പമില്ല. ഞാൻ എടുത്ത എൻട്രി ലേറ്റാണ്, പക്ഷെ കുഴപ്പമില്ല. ഓക്കെ, എൻട്രി എടുക്കാൻ ഉദ്ദേശിച്ചത് ഞാൻ ഇവിടെ നിന്നാണ് എടുക്കാൻ ഉദ്ദേശിച്ചത്. ഇത് ബ്രേക്ക് ചെയ്ത് ഇവിടെ നിന്നാണ്, ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ചെയ്ത് ഇവിടെ നിന്ന് എൻട്രി എടുക്കാനാണ്. പക്ഷേ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് മാറിപ്പോയി. കുഴപ്പമില്ല, ഇവിടെ നിന്ന് 20% എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് 50, ബാക്കി 30-ൽ 10 ഇവിടെ നിന്നും 20 ഹോൾഡ്. അതാണ് പ്ലാൻ. ഓക്കെ നോക്കാം. ഓക്കെ, ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ 20% മാത്രം, ബാക്കി എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 20% ഹോൾഡിങ്. എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഇതാണ്. ട്രേഡ് കംപ്ലീറ്റ് ഉണ്ട്. ഇത് ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 20% വേണ്ടി മാത്രമാണ് ഇത്ര. ഓക്കെ, ബാക്കി ട്രേഡ് ഇവിടെ നിന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുറച്ചും കൂടി 20%-നാണ് വെച്ചിരിക്കുന്നത് ഇത്ര. അതിലൊരു 20 പിപ്പ് കൂടെ വെച്ചിട്ട് വേറെ ലെവലായിരുന്നു. കുഴപ്പമില്ല, ടാർഗറ്റ് ഡണ്ണാണ് ഓൾറെഡി. ഡൗണാ ഇതെനിക്ക് 20 പിപ്പൊന്നും വേണ്ട, അതിലും കൂടുതൽ താഴെ പോകുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഈ 450 വെച്ചിട്ട് എൻ്റെ ഇടയിൽ കൂടി കാണണമെങ്കിൽ എക്സെപ്റ്റ് ആയിട്ട് വലിച്ച് അവിടം വരെ വെച്ചിരിക്കാം. ടാർഗറ്റ് അടിച്ച് അവിടെ നിന്ന് അടിച്ച് പോട്ട്, കാരണം ഇനി എനിക്ക് അവിടെ ശ്രദ്ധ കൊടുക്കണം. ഞാൻ ഇടയ്ക്കിടെ കാണണമെങ്കിൽ ഇടയിൽ കൂടി ചാടി അങ്ങ് പോയിക്കോളും. അടുത്തൊരു ഷിമിട്ട പണി, കൺട്രോൾ എവിടെ ചെയ്യാണ്ട് എവിടുത്തെ പമ്പ് ഓഫ് ചെയ്യണ്ടോ അവിടുത്തെ സ്കാഡ പോയി. അയ്യോ, ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്താൽ മതിയായിരുന്നു. തലവേദന കേസ് ആ സമയത്ത് ഓഫായിപ്പോയി. ഗൈസ്, അത് കിട്ടിയിട്ടില്ല. 20% ഇവിടെ നിന്ന് 100 ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത് മനസ്സിലായില്ല ഞാൻ എങ്ങനെ എടുക്കുന്നതാണെന്ന്. ഇവിടെ നിന്ന് 20, ഇവിടെ നിന്ന് 50, ഇവിടെ നിന്ന് ബാക്കി 10, പിന്നെ അടുത്തുള്ള 20 പോവും. നീട്ടിയിട്ടിരിക്കുക, അത് 100. അത് തന്നെ കുഴപ്പമില്ല കേട്ടോ. നമ്മളെ ട്രേഡ് പോയിട്ടുണ്ട്. അയ്യോ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട ഒരു ഇതില്ല. അവസാനിച്ച് പോകാറായപ്പോൾ സ്കാഡ വന്നു. അയ്യോ എന്തൊരവസ്ഥ നോക്കണേ, ഇപ്പൊ വന്നേ ഉള്ളൂ സ്കാഡ. ട്രെൻഡ് ചേഞ്ച് ചെയ്യാം കേട്ടോ. ഇവിടെ നിന്ന് മാറി ഇത് ബ്രേക്ക് ചെയ്ത്, എപ്പോഴും വെയിറ്റ് ചെയ്തോളണം. ഇത് ബ്രേക്ക് ചെയ്ത് നമ്മൾ റീസെറ്റ് ഇത് കൺഫേം ചെയ്യണതിന് ഇത് ചെയ്യണം. തട്ടി തിരിച്ചു പോകണം, നേരത്തെ എടുക്കാവുള്ളൂ, ഈ എൻട്രി എടുക്കാവുള്ളൂ. ഭയങ്കര റിസ്കി മൂവാണ്, ഭയങ്കര റിസ്ക് ആണത്. പിന്നെ കുഴപ്പമില്ല, നമ്മളെപ്പോഴും ഒരു ലെവല് പിപ്പല്ലേ സെറ്റ് ചെയ്യണം. അതായത് 30 പിപ്പിന്റെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നുണ്ട്, പിന്നെ കുഴപ്പമില്ല. ചെറിയ ക്വാണ്ടിറ്റിയും ചെറുതല്ലേ ഇറങ്ങ, ഇത് കുഴപ്പം വരില്ല വലുതാ. അത് പക്ഷേ ക്യാപ്ചർ ചെയ്യാൻ ഭയങ്കര പാടാണ്. റിസ്ക് എടുത്ത് ആ റീടെസ്റ്റിന് എൻട്രി എടുക്കണമെന്ന് നമ്മളൊരു പ്ലാൻ ഇട്ട് കഴിഞ്ഞാൽ കിട്ടും, അല്ലാതെ കിട്ടൂലേ ആ ട്രേഡ്. എന്തായാലും ഞാൻ കാണിച്ച ട്രേഡ് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്യാൻ എല്ലാവരും ഗുഡ് മോർണിംഗ്, എല്ലാവരും അടിച്ച് പൊളിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങി പോയി പ്ലാന്റ് വിസിറ്റിങ്. സ്വന്തം ചെടി കണ്ടു ഗോയ്സ്, കണ്ടോ. ഇതെന്തിനാണ് ഇത് 2 ഘട്ട സമയത്ത് കൊണ്ടുവരുന്നത്? കൊള്ളാം അല്ലേ?
ഇനിയിപ്പോൾ നോക്കിയോ പെട്ടെന്ന് മുടിയൊക്കെ വെളുപ്പിച്ച് മിക്കവാറും ഇവിടെ നിന്ന് പോണതിന് മുമ്പേ വെള്ള പെയിന്റ് അടിക്കേണ്ടി വരും. കാരണം പാതി കൂടുതൽ വെളുക്കുമെന്ന് തോന്നുന്നു. പിന്നെ എളുപ്പമായില്ലേ, കുറച്ചും കൂടി വെള്ളം അങ്ങ് മിക്സ് ചെയ്ത് അടിച്ചാൽ. അയ്യോ അയ്യോ, അല്ലെങ്കിൽ കഷണ്ടി ഇല്ല, ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പാണ്. എന്റെ വയസ്സ് പെട്ടെന്ന് പോണം. എന്ത് പറ്റിയെന്ന് അറിഞ്ഞു. പണ്ടൊക്കെ വിചാരിച്ചെന്ന് പറഞ്ഞാൽ 23 എല്ലാം സെറ്റാക്കിയിട്ട് റിട്ടയർമെന്റ് എടുക്കുന്നു. റിട്ടയർമെന്റ് സത്യമായിട്ട് ഞാനൊക്കെ ഫസ്റ്റ് വിചാരിച്ചെന്ന് പറഞ്ഞാൽ +2 ഒന്നും പോണ്ട, 10 കഴിഞ്ഞ് വല്ല ബിസിനസ് തുടങ്ങാം. അപ്പോഴേ കൊറോണ ഒന്ന് കറക്റ്റ് വാച്ച് അറ്റാച്ച് ചെയ്യുന്നു. മനസ്സിലാക്കാൻ ചേട്ടാ, ലാസ്റ്റ് പീസ് കൂടി കഴിച്ചിട്ട് സാലറിയുടെ പാതിയേ വന്നിട്ടുള്ളൂ. അതായത് നമുക്ക് സാധനം വാങ്ങിക്കേണ്ട പൈസ വന്നിട്ടില്ല, വീട്ടിൽ അയക്കേണ്ട പൈസ വന്നിട്ടുള്ളൂ. ഒന്നും ചെയ്തിട്ടില്ല. അതിൽ നിന്ന് കുറച്ച് പൈസയ്ക്ക് സാധനം വാങ്ങിച്ചേ ഉള്ളൂ. ഇന്ന് വൈകുന്നേരം സാലറി വരണം, ബാക്കി വരണമെങ്കിൽ വന്നു. അത് തന്നെ. ഇത് കഴിക്കട്ടെ. അതും കൂടി വന്നതിന് ശേഷം വേണം കടയിൽ പോയിട്ട് കുറച്ച് സാധനം കൂടി വാങ്ങിക്കാറുണ്ട്. ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. റെഡി ആയിക്കട്ടെ, ഇനി ഇതൊന്ന് കഴിക്കട്ടെ. ഫുഡ് റെഡി ആയിക്കട്ടെ, ഇനി ഇത് കഴിക്കട്ടെ. പമ്പ് സെറ്റ് ആവുന്നുണ്ട്, വന്ന കേട്ടോ. ടീംസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാന്ന് തോന്നുന്നു. പമ്പ് നോക്കട്ടെ കേട്ടോ. അവിടെ ടൈറ്റ് ചെയ്താൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ചെറിയൊരു ഉറക്കം ഉറങ്ങിയില്ലെങ്കിൽ തലയ്ക്ക് വേദനിച്ച് പൊട്ടും. അപ്പോൾ പോയി നല്ല വെയിൽ മേടിക്കുന്നു. ഞാൻ എങ്ങനെ ഡ്യൂട്ടി കയറുന്ന കേട്ടോ. അപ്പോൾ അവിടെ ഇരിക്കുകയാണ്. ഞാൻ എൻ്റെ ഇത് ഫോൺ വാങ്ങിച്ച് അവിടെ കയറുക. റൈഡിങ് പ്ലേസിലെ അടിപൊളി മൂവ്മെൻ്റ് ആണ് കേട്ടോ. ഞാൻ മൊബൈൽ വഴി നോക്കിയായിരുന്നു. നല്ലൊരു മൂവ്മെൻ്റ് ആണ്. ക്യാപ്ചർ ചെയ്യായിരുന്നു എനിക്ക്. എന്നെ സൺസെറ്റിൻ്റെ പേര് ആയിരുന്നു കേട്ടോ. കൊമ്പേ അപ്പം ഒരെണ്ണം ഫിക്സ് ആയപ്പോൾ 2 കംപ്ലൈൻറ്റ്. ഒരെണ്ണം നിർത്തി ഇടിയിപ്പിച്ച്, ഒരെണ്ണം പറഞ്ഞു വെപ്പിച്ചിട്ടുണ്ട്. എന്തരാവുമെന്നൊരു പിടിയില്ല. ഇത് ചൂടെന്ന് പറഞ്ഞാൽ അയ്യോ മുഖമൊക്കെ പൊള്ളും പോലെ തോന്നും. ഒരു രക്ഷയില്ല ടെമ്പറേച്ചർ. അത് ഇനി അതിനെ വന്ന് ഇൻസ്പെക്ഷനൊക്കെ ചെയ്യും കേട്ടോ. എന്നാലേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. 2-3 ദിവസത്തിനകത്ത് വന്ന് ഫിക്സ് ചെയ്ത് മാത്രമേ ചെയ്തുള്ളൂ. ഞാൻ അടുത്തുള്ള കുറച്ച് പരിപാടി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മളൊന്ന് ഇൻലെറ്റ് അഡ്ജസ്റ്റ്മെന്റ് അത് ഞാൻ ഒന്ന് പോയി ചെയ്തിട്ട് ഔട്ട് 800 പോണ്, ഇൻലെറ്റ് 650 പറഞ്ഞു. ഒരു 800 വെക്കണം. ഞാൻ അതും പോയി ചെയ്ത് വെച്ചാൽ കുറച്ച് നേരത്തേക്ക് നോക്കണ്ടതിനാ, പിന്നെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പം അതിന് മൂവ്മെന്റ് കിട്ടേണ്ടത് എന്തറിയാവോ? ഇത് ഇന്നലത്തെ എൻ്റെ ഹൈയും ലോയും ആണ് മാർക്ക് ചെയ്തതാ. അവിടെ നിന്ന് ഒരു ടച്ച് ഡയറക്റ്റ് ഇങ്ങനെ തന്നെ വന്ന് വീണ്. മനസ്സിലായ? മാർക്കറ്റ് ഫുള്ള് സൈഡ് വൈസ് ആയിരുന്നു. ഓക്കെ കണ്ട, രാവിലെ തൊട്ട് സൈഡ് വൈസ് ആയിരുന്നു. റിസ്ക് ഫ്രീ ആവും. നമുക്ക് എപ്പോൾ തോന്നുന്ന ആ സമയം എക്സിറ്റ് ചെയ്ത് ഇറങ്ങി കഴിയും. ക്ലീൻ റേറ്റാണ് അത്. ഞാൻ ഇത് ശ്രദ്ധിക്കണില്ല. ഞാൻ കമ്പ്യൂട്ടറിൽ ഇത് ഫോണിൽ ഇത്ര മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ലല്ല വാല്യൂബിൾ ആയിട്ട്. ഇത് രാവിലെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയുള്ള മാർക്കിങ്ങിൻ്റെ ഒരു ഇതാണ്. ഓക്കെ, ടോപ്പ് ഹൈ. കാരണം രാവിലെ ഇതുപോലെ വരണമെങ്കിൽ സ്കോപ്പ് വരണമെങ്കിൽ എടുക്കാൻ വേണ്ടിയുള്ളത്. കുഴപ്പമില്ല, മനസ്സിലായ? അതാണ്. അയ്യോ, പിന്നെ ഒരു ട്രേഡും കൂടി ഉണ്ട്. അതും കൂടി ഞാൻ നോക്കട്ടെ. അതും കൂടി കിട്ടുമായിരുന്ന ഇല്ലായിരുന്നാണ്. ഒരു മിനിറ്റ്, അതും കൂടി ഞാൻ മാർക്ക് ചെയ്തോ. ഇവിടെ നിന്ന് എടുക്കേണ്ടതാണ്, പക്ഷെ നമ്മൾ എടുക്കൂല. ഇത്തരം ബിഗ് കിടക്കുന്നുണ്ട്, വിചാരിക്കും വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇത് ലോ ആവണവരെ വെയിറ്റ് ചെയ്യും. ഇത് ലോ ആവണോ, ലോ ബ്രേക്ക് ചെയ്യണമാകുമ്പോൾ അടുത്തതിന് ട്രേഡ് എടുക്കും. ഇതിന്റെ ഹൈ വെച്ചിട്ട് എടുക്കും. അത് തന്നെ അടുത്ത ട്രേഡ് എവിടെ നിന്ന് ഇതിന്റെ ഹൈ വെച്ചെടുക്കും. അതിലെന്താണെങ്കിൽ ഉണ്ടാവും, റേഷ്യോ കൂടുതലാണെങ്കിൽ. അത് തന്നെ എനിക്കത് എടുക്കാതിരുന്നതിന് നല്ലത്. അതും കിട്ടൂല ഇപ്പൊ. കുഴപ്പമില്ല. അതൊക്കെ ഇത്ര നേരം ഹോൾഡ് ചെയ്യാൻ പാടില്ല. 16 പറഞ്ഞ് 17 വരെ. അതിൽ കൂടുതൽ നോക്കിയിട്ട് ഇതിന്റെ കാര്യമില്ല. അതാ. പിന്നെ മൂവ്മെന്റ് പറഞ്ഞൊരു പോർഷൻ ഉണ്ടല്ലോ. അതായത് എത്ര, ഈ 19 എന്ന് പറയുമ്പോ എത്ര വരുന്ന 13, 14, 15, 16, 17, 18, 19 7 മണിക്കുള്ള മൂവ്മെന്റ്.
രാവിലെ നേരെ ഇനി ഫുള്ളൊന്ന് റൗണ്ട് അടിക്കാൻ പോവുക. ഓക്കെ, ഇത് കുഴപ്പമില്ല കേട്ടോ, ഓക്കെ ആണ്. ആ, ഇവിടുത്തെ കുഴപ്പമില്ല കേട്ടോ. ഫ്ലോറിനേഷൻ്റെ ഇവിടെ ഓക്കെ ആണ്. ഇന്നത്തെ ദിവസത്തിന് എന്താന്ന് പറയാൻ, രാത്രി കുറച്ച് ജോലി ഉണ്ടായിരുന്നു, കൂടുതലായിരുന്നു. പിന്നെ ഒരു ട്രേഡ് കിട്ടി, അനാലിസിസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരെണ്ണം കിട്ടുമായിരുന്നു, പക്ഷേ ശ്രദ്ധയില്ലായിരുന്നു, അത് ഒട്ടും ശ്രദ്ധയില്ലായിരുന്നു. എനിക്ക് ഒട്ടും ശ്രദ്ധയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ട്രേഡിൻ്റെ ഒരു ഇതില്ലായിരുന്നു, മൈൻഡ് വന്നിട്ടില്ലായിരുന്നു. മനസ്സിലായോ? ഒന്നും അങ്ങോട്ട് യോജിക്കാത്തതുപോലെ യൂട്യൂബിൽ നോക്കും, മോണിറ്റർ നോക്കും, അതുകൊണ്ട് ഒരു യോജിപ്പില്ലായിരുന്നു ഇത്ര നേരം. പിന്നെ കമ്പ്യൂട്ടർ ബേസ് കുഴപ്പമില്ല. ഇനി അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ മീറ്ററിൻ്റെ ഫോട്ടോ സെറ്റ് ആകും. അതായിരുന്നു ഞാനിപ്പോൾ. പിന്നെ ഒരു പ്രത്യേകം കൂടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് പിന്നെ ഉച്ചയ്ക്ക് ശേഷം മറ്റേ പമ്പ് റെഡി ആക്കിയത്, അത് ഫിക്സ് ചെയ്തു, അത് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ പേപ്പറൊക്കെ ഒന്ന് ഫുള്ളും ചെക്ക് ചെയ്ത്, ഇൻഷുറൻസ് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതിന് വേണ്ടി ഒന്ന് റീചെക്ക് ചെയ്യാം, എല്ലാം കൺഫേം ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെയൊക്കെ പരിപാടിയൊക്കെ എന്തോ ഉണ്ട്. കുഴപ്പമില്ല, നമ്മളെ പരിപാടി നോക്കും. മീറ്ററിൻ്റെ ഫോട്ടോ എടുത്താൽ കേട്ടോ, ബാക്കിയുള്ള സെറ്റാണ്. പോയി കുഴപ്പമില്ല, മാർക്കറ്റ് ആ ഒരു സൈഡിൽ കിടന്നടിക്കും. അത് 1 മിനിറ്റിന്റെ ചാർട്ടാണ്. ഇനി അടുത്ത് ഞാൻ അപ്പോഴത്തേക്കും ബാക്കിയെല്ലാം എഴുതിയേക്ക് പോയി കഴിഞ്ഞ നല്ല മൂവ്മെന്റ് ഉള്ള കഴിഞ്ഞു പറയില്ല. ചെറുതായിട്ടൊരു വിഷം, കിട്ടിയതും പോയതും എല്ലാം നല്ലതില്ലേ, അത്രയേ ഉള്ളൂ. ഞാൻ എഴുതട്ടെ, നിങ്ങളെല്ലാം എഴുതി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ, ഓക്കെയാണ്. പിന്നെ അടുത്തുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ലെവല് നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കണം. പിന്നെ നമ്മളതിൻ്റെ ആയിട്ട് അഡ്ജസ്റ്റ്മെന്റ് ഇപ്പൊ കറക്റ്റാണ്, ഇപ്പോഴത്തെ അഡ്ജസ്റ്റ്മെന്റ് കറക്റ്റാണ്. 2 സ്ഥലത്തുള്ള കറക്റ്റാണ്. ഇനി ഒരു സ്ഥലത്ത് വിളിച്ചു പറയേണ്ടുള്ളതും കൂടി ഉണ്ട്. വേറൊരു സ്ഥലത്ത് നമ്മളെ ടീം വർക്ക് ചെയ്യണതുണ്ട്, അതായത് ഇവിടുന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ അവിടെ ടീം പോയിട്ടുണ്ട്. അപ്പൊ ആ ടീമിൻ്റെ ഉള്ള കോർഡിനേഷനും കൂടി ഉണ്ട്. അതിന് എങ്ങനെ ഓൺ ആക്കണം, ചിലപ്പോൾ ഞാൻ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ MBS മെയിൻ നോക്കിക്കോളും. മെയിൻ സ്ഥലത്തുള്ളവൻ്റെ നാക്ക് ഇത്തിരി അലിമ്പാണ്, മനസ്സിലായി. അതുകൊണ്ട് ചില സമയത്ത് ഞാനായിരിക്കും, മലയാളിയാണ് പുള്ളിക്കാരൻ, അതാ എഞ്ചിനീയർ ഇപ്പോൾ വിളിച്ച് സംസാരിച്ചത്, അതും കൂടി തന്നെ. എഡിറ്റിംഗ് ഗെയിമിൽ. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.